ഉമ്മൻചാണ്ടിയെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്ന സോളാർ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവ്, അതായത് സോളാർ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഏറ്റവും നിർണായകമായ തെളിവ് കൊടുത്ത വ്യക്തി താങ്കളാണെന്ന് എനിക്കറിയാം. കാരണം അത് ആദ്യം വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഞാൻ ഇതുവരെ അത് പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ സാധനം പിന്നീട് താങ്കൾ അത് കമ്മീഷന് മുന്നിൽ കൊടുത്തു. അത് ആ നിർണായകമായ തെളിവ് എന്തായിരുന്നു? അതായത് സോളാർ സരിത ഒരു കത്തെഴുതി. ആ കത്തില് ആദ്യം അത് 26 പേജുള്ള 22 പേജുള്ള കത്തായിരുന്നു. 21 പേജുള്ള കത്ത്. ആ കത്ത് പത്തനംതിട്ടയിലെ എഴുതിയത്. അപ്പൊ ഈ ലെറ്റർ റിലീസ് ചെയ്യുമ്പോൾ ജയിൽ വകുപ്പിലെ നിയമപ്രകാരം 2 രീതിയിൽ റിലീസ് ചെയ്യാം. ഒന്ന് റെക്കോർഡഡ് ആയിട്ട് കൊടുക്കാം, അത് ഒഫീഷ്യൽ റെക്കോർഡാണ്, കോടതിയിലേക്ക് കൊടുക്കാം. 2 റെക്കോർഡ് ഇല്ലാതെ കൊടുക്കാം. അപ്പൊ ഈ ലെറ്റർ റെക്കോർഡ് ആക്കി കൊടുക്കണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടി ജയിലിലെ സൂപ്രണ്ട് മറ്റൊരു വായിച്ചു. ഞാൻ ജയിൽ ഡി ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എക്സ്പ്ലോസീവ് മെറ്റീരിയലാണ്. അപ്പൊ ജയിലിൽ തന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഇത് ഭയങ്കര കുഴപ്പമുള്ള ലെറ്ററാണ്, അതിനകത്ത് ഇന്ന ആളുകളുടെ പേരൊക്കെ ഉണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ പബ്ലിക് ആകരുത്. ആ വക്കീൽ വരുമ്പോ ആ വക്കീലിനോട് ചോദിക്കണം റെക്കോർഡ് ചെയ്തോണോ റെക്കോർഡ് ചെയ്യാതെ വേണോ. അപ്പം റെക്കോർഡ് ചെയ്യാതെ കൊടുക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഈ കേസ് കോടതിയിൽ വാദിക്കുമ്പോൾ എങ്ങനെയൊക്കെ വാദിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ തെളിവെന്ന് ഈ പ്രതി രഹസ്യമായി വക്കീലിനെ അറിയിക്കുന്ന ലെറ്ററിന് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. കാര്യം അവന്റെ ഡിഫൻസ് ആണ് നമ്മൾ തകർക്കുന്നത്. അതൊരു പരാതിയല്ല, ഇൻഫർമേഷൻ പാസ് ചെയ്യാം. വക്കീൽ വന്നു, വക്കീലിനോട് ചോദിച്ചു റെക്കോർഡ് ചെയ്തോണോ റെക്കോർഡ് ചെയ്യാതെ വേണം. വക്കീലിന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു റെക്കോർഡ് ചെയ്യാതെന്നാ പറഞ്ഞു. അപ്പൊ സൂപ്രണ്ട് രക്ഷപ്പെട്ടു. പോലീസിന് രക്ഷപ്പെട്ടു. റെക്കോർഡ് ചെയ്യാതെ കൊടുത്തു. ഇയാള് പുറത്തിറങ്ങിയപ്പോൾ വായിച്ചിട്ട് 10 അരമണിക്കൂർ തിരിച്ചു വന്നു, സാറേ ഇത് റെക്കോർഡ് ചെയ്ത് വേണം. അപ്പൊ സൂപ്രണ്ട് നീ റെക്കോർഡ് ചെയ്യാൻ വാങ്ങിച്ചോണ്ട് പോയ സാധനം നീ പുറത്തുകൊണ്ട് വേറെ എഴുതി ചേർത്താൽ ഞങ്ങൾ അങ്ങനെ അറിയാൻ പറ്റും. അപ്പൊ ഇവൻ ഇത് എക്സ്പ്ലോസീവ് മെറ്റീരിയൽ റെക്കോർഡ് ചെയ്ത് കൈ കിട്ടിയ അവൻ ഇച്ചിരി പ്രയോഗിക്കാം. അപ്പൊ ഫെനി എന്ന് പറഞ്ഞ വക്കീലാണ്. അപ്പം ഞങ്ങൾ റെക്കോർഡ് ചെയ്തില്ല. പക്ഷെ സോളാർ സരിത കോടതി ചെന്നിട്ട് വക്കീൽ ജഡ്ജിയോട് പറഞ്ഞു, സാറേ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊട്ടും മറ്റേന്നൊക്കെ പറഞ്ഞു. ജഡ്ജി ഇവിടുന്ന് കാര്യം ചെയ്യും. അതൊക്കെ പിന്നീട് അല്ലല്ല, ഇത് പിറ്റേ ആഴ്ച. അപ്പോ ജഡ്ജി പറഞ്ഞൊരു കാര്യം ചെയ്യും, റെക്കോർഡ് ചെയ്തതന്നെ പറ്റുള്ളൂ, അല്ല നീ വാക്കാൽ പറഞ്ഞാൽ ഞാൻ എഴുതിയെടുക്കാൻ പറ്റത്തില്ല, അത് കോടതി മുറിക്കാത്ത ഞാൻ എഴുതിയെടുക്കുന്ന പരിപാടി ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ തിരിച്ചയച്ചു. അപ്പൊ ഇവള് പത്രക്കാരോട് ഇങ്ങനെ ചില മണ്ടത്തരം പറഞ്ഞു. ജഡ്ജി പറഞ്ഞിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ജഡ്ജി ഒരു ഉത്തരവിട്ടു, സരിതയുടെ മൊഴി ജയിലിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ. അപ്പൊ സരിത തിരുവനന്തപുരത്ത് വനിതാ ജയിലിൽ അപ്പോഴും ഞാൻ സൂപ്രണ്ട് പറഞ്ഞു, അവളൊരു മുറി കയറ്റണം, പേപ്പർ കൊടുക്കണം, 21 പേപ്പർ കൊടുക്കണം, അവളെ കൊണ്ട് എഴുതിക്കണം. അവളെ എഴുതിക്കുന്നതിന് തലേദിവസമായപ്പോൾ ഇപ്പൊ സോളാർ സരിതയെ കാണാൻ 10-20 ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. പത്രക്കാരുടെ ആപ്ലിക്കേഷൻ ഇവിടെ വായിന്ന് എന്തെങ്കിലും വന്നാൽ പത്രത്തിൽ വാർത്തയാണല്ലോ, മാസിക കൊടുത്തു ഞാൻ ഇവിടെ ആരെയും കാണിക്കരുത്, അമ്മ കുട്ടി അമ്മ സമ്മതിക്കുന്ന ഒരാൾ ബന്ധുവായിരിക്കണം, അല്ലാത്ത ആളെ കേട്ടത് അങ്ങനെ വേറെ ആരെയും കേട്ടിട്ടില്ല. അപ്പൊ ഈ ഇവളെ കൊണ്ട് മൊഴി എഴുതിക്കുന്ന തലേദിവസം ഒരാൾ വന്ന് കാണാനായിട്ട് സൂപ്രണ്ട് ഒന്നും കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അവളുടെ ബന്ധുവാന്ന് പറഞ്ഞു. അവൻ സോളാർ സരിതയോട് ചോദിച്ചു, ഒരാൾ വന്നിട്ട് ഇന്ന പേര് ബന്ധുവാണോ എന്ന് ചോദിച്ചു. ആ ബന്ധുവാണ് കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. അവനകത്ത് കയറി സംസാരിച്ച് തിരിച്ചുപോയി. പിന്നെ മനസ്സിലാക്കുന്നത് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ആളെന്നുള്ളത് പിന്നെ മനസ്സിലായി. ഇവള് പിറ്റേ ദിവസം വന്നു, 21 പേപ്പർ കൊടുത്തു. പഴയത് 21 ആയതുകൊണ്ട് 21 എഴുതട്ടെന്ന് ചോദിച്ചു. 5 പേജ് എഴുതിയുള്ളൂ. അപ്പൊ ഇവൾ ഒറിജിനൽ ലെറ്ററിൽ 13 രാഷ്ട്രീയക്കാരുടെ പേര് പറയുന്നുണ്ട്, ഒരു ഐപ്പസിദാസിന്റെ പേര് പറയുന്നുണ്ട്. ഈ എഴുത്തിൽ ഇതൊന്നുമില്ല. ഞങ്ങൾ സീൽ ചെയ്തിട്ട് പോലീസിൽ അന്ന് ഒറിജിനൽ പത്തനംതിട്ട എഴുതിയ ലെറ്ററിനകത്തും ഉമ്മൻചാണ്ടിയുടെ പേര് ഇല്ലായിരുന്നു. ഇല്ല, ഉമ്മൻചാണ്ടിയുടെ പേരില്ല, 3 പേരുടെ പേരില്ല. അതിനുശേഷം പിന്നീട് ഒരു 5 എഴുതിയപ്പോഴും അതില്ല. പക്ഷെ ഇതിനിടയ്ക്കുള്ള ഒരു കത്തിലാണ് അത് കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയിട്ട് അന്ന് ഞാൻ എഴുതിയ എഴുത്താന്ന് പറഞ്ഞ എഴുത്ത് പത്രക്കാരുടെ മുമ്പിൽ കൊടുത്തു. അതിനകത്ത് ഉമ്മൻചാണ്ടി 3 പേരുടെ പേര് എഴുതി ചേർത്തു, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ. അപ്പം ഒറിജിനൽ ലെറ്റർ 21 പേജ്, ഈ പേപ്പർ അതായത് 42 പേജാണ്. രണ്ടാം എഴുതി 26 പേജാണ്. 26 പേജിനകത്താണ് ഞാൻ 3 പേര് അഡീഷണൽ ആയിട്ട് ചേർത്തത്. ഭയങ്കര ബോളം വന്നിട്ട് കമ്മീഷൻ വെച്ചു. ഉമ്മൻചാണ്ടിനെ അപ്പോയിന്റ് കമ്മീഷനാണ്. ആ സമയത്താണ് കമ്മീഷന് പിന്നെ താങ്കളുടെ മൊഴി ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഞാൻ ജോൺ മുണ്ടക്കയത്ത് വരുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്,
ഒറിജിനൽ ലെറ്റർ ഇല്ലാത്ത ഉമ്മൻചാണ്ടിയുടെ പേരും വേറെ 2 പേര് എഴുതി ചേർത്തിട്ടുണ്ട്. അതെ. അപ്പൊ എന്നെ കമ്മീഷൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അന്ന് മുണ്ടകേർ ആരും പറയുന്നു, മുണ്ടകേർ ആരോടും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് മന്ത്രിസഭ മാറിക്കഴിഞ്ഞപ്പോൾ കമ്മീഷൻ എന്നെ ഒഴിവെടുക്കാൻ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ കമ്മീഷണർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അത് കഴിഞ്ഞ് വക്കീലിനെ ക്രോസ് ചെയ്യുക. ഈ ലെറ്റർ കണ്ടിട്ടുണ്ടോ? ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടോ അതിനകത്ത്? അപ്പൊ ഞാൻ ജഡ്ജിയോട് പറഞ്ഞു, സാറേ ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഉണ്ടാവുമെന്ന് ഈ വാർത്ത വായിക്കുന്ന പത്രം വായിക്കുന്നവർക്ക് സംശയം വരും. ഉണ്ടായതുകൊണ്ടാണ് ഇയാൾ മിണ്ടാത്തത്. അതുകൊണ്ട് ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ നീതിയല്ല. ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം, പക്ഷെ ബാക്കി 13 ആരൊക്കെയാണ് ചോദ്യത്തിലാണ് വാക്ക് തന്നാലേ ഞാൻ ഉത്തരം പറയത്തുള്ളൂ. കാര്യം ഞാൻ IPS ഉദ്യോഗസ്ഥന്റെ പേര് ഉൾപ്പെടെ പറയേണ്ടി വരും. ജഡ്ജി കമ്മീഷൻ പറഞ്ഞു വേണ്ട, ഇത് മാത്രം പറയാൻ. ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പേരില്ല. കമ്മീഷൻ റൂമിൽ ഒരു 100 പേര് ഇരിപ്പുണ്ടെന്ന്. ഒരു ഹഷ്ഡ് സൈലൻസ്. ഞാൻ ഇപ്പൊ പറയും ബോംബ് പൊട്ടോ എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേരില്ല എന്ന് പറഞ്ഞു. ആ 120 പേരിരിക്കുന്ന കോടതി മുറി ഉണ്ടല്ലോ, പെട്ടെന്ന് നിശബ്ദമായി കഴിഞ്ഞ് ഫർദർ അയാൾ ചോദ്യം ചോദിച്ചൊക്കെ ഉത്തരം പറഞ്ഞു. പക്ഷെ ഇതില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ എൻ്റെ അടുത്ത് മാസ്റ്റർ പാർട്ടി നേതാക്കന്മാരാരും മിണ്ടുകയല്ല. കാരണം ഇയാൾക്ക് വല്ല ആവശ്യമുണ്ട്. റിട്ടയർ വീട്ടിൽ പോയ മനുഷ്യൻ ഈ മൊഴി കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ട്. മൊഴി കൊടുക്കാതിരുന്നാൽ പോലെ. മൊഴി കൊടുക്കാതിരുന്നെങ്കിൽ ഈ സംശയം ഇങ്ങനെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് സത്യം മുറുകെ പിടിക്കാൻ പോയതാണ്. പലരുടെ ശത്രുക്കളായി. ഞാൻ റിട്ടയർ ശേഷം ഒരു സാധനം വാങ്ങിക്കാൻ ആരുടെ പോയിട്ടില്ല. ഞാൻ ജയിൽ റിഫോംസ് കമ്മീഷൻ വെച്ചു. ഒറ്റ രൂപയും വാങ്ങിച്ചില്ല. ഒരു ഫോണും വാങ്ങിച്ചില്ല, ഒരു കാറും വാങ്ങിച്ചില്ല, പേപ്പർ പോലും വാങ്ങിച്ചില്ല. ഞാൻ 90 ദിവസം റിപ്പോർട്ട് കൊടുത്തു. ഓൾഡ് ഏജ് ഹോം കമ്മീഷനായിട്ട് തന്നെ വെച്ചു, രാമചന്ദ്രൻ ജഡ്ജിയുടെ പോലെ. ഞാൻ ഒരു പൈസ വാങ്ങിച്ചില്ല.